ഇത് നമ്മുടെ കിണറ്റിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ചെടികളാണ്. അപ്പം നമ്മുടെ മിക്ക ചെടികളും നമ്മുടെ നഷ്ടപ്പെടാതെ നിൽപ്പുണ്ട്. എല്ലാം ഒരേ കളറിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഗാർഡൻ്റെ ഒരു വീഡിയോ ഒക്കെ കാണിച്ചിട്ട് കുറേ കാലമായില്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട് പണിയൊക്കെ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ഗാർഡൻ്റെ വീഡിയോ ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പം വീട് പണിയൊക്കെ കഴിഞ്ഞ് ഈ ചെടികളെയൊക്കെ നമ്മൾ ഒരിടത്ത് കൊണ്ടുവച്ചിരുന്നു. പക്ഷേ എങ്കിൽ നമ്മൾ കുറേ ചെടികളൊക്കെ പോയി നമ്മൾ എവിടെ കൊണ്ടുവച്ചിരുന്നാലും ഓരോരോ ജോലിക്കാർ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, അവരെ ഇങ്ങനെ മാറ്റി കൊണ്ടുവിടുന്ന അവസാനം നമുക്ക് കുറച്ച് ചെടികളൊക്കെ കിട്ടി. അതും ആ ചെടികളെക്കുറിച്ചും അതിനെ പരീക്ഷിച്ച് കൊണ്ടുവന്നതിനെക്കുറിച്ചും അത് നമ്മുടെ മുറ്റത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എന്ത് ജോലി തിരക്കായാലും, നമുക്ക് വീട് പണിയായാലും അല്ലാത്ത എന്തൊരു പണിയായാലും നമ്മൾ എന്ത് വേണം, നമ്മൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികളും ഒക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്യണം. അപ്പം പച്ചക്കറികളാണെങ്കിലും പച്ചക്കറികളോടൊപ്പം കുറച്ച് ഗാർഡനും ഒക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വിത്തുകൾ ഗ്രോ ബാഗുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗുകളും നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് 1 വീക്കിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തുന്നതായിരിക്കും. അപ്പം ചട്ടികളൊക്കെ കണ്ടില്ലേ, ഇപ്പം കുറച്ച് കാലമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് മഴയും വെയിലും ഒക്കെ കൊണ്ട് ചട്ടിയുടെയൊക്കെ ഷേപ്പൊക്കെ മാറി പൂപ്പാലും ഒക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുക കണ്ടല്ലോ, വൃത്തികേടായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട് പണിയൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ ചട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്കും വിഷമം വരത്തില്ലേ. അപ്പോൾ അവർക്ക് ടെറാക്കോട്ട പെയിൻറ്റ് വാങ്ങിച്ചിട്ട് അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാം. അപ്പോൾ എല്ലാ ചട്ടികളും ഒരേപോലെ ഇരിക്കുമ്പോൾ നമ്മുടെ മുറ്റത്തിന് ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കുമല്ലേ. അപ്പോൾ എല്ലാ ചട്ടികളും ഒന്ന് പെയിൻ്റ് അടിച്ച് വെക്കാമെന്ന് കരുതി. ആദ്യം ചെടിച്ചട്ടിയൊക്കെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ അതിനകത്ത് എല്ലാം റെഡ് കളർ തന്നെ അടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പല കളർ അടിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കളറായിട്ടിരിക്കുന്നതിൻ്റെ ഒരു രസം. വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചെടികളൊക്കെ ഒരു വല്ലാത്ത കണ്ടീഷനിലിരിക്കുകയാണ്. കാരണം പെയിൻറ്റിങ്ങും സിമെൻറ്റിൻ്റെ പൊടിയും എല്ലാമൊക്കെ ആയിട്ട് അതിൻ്റെ വളർച്ചയൊക്കെ മുരടിച്ച് നിൽക്കുകയാണ്. ഇനിയും നല്ല രീതിയിൽ അവരെ ഇനിയും വളമൊക്കെ ഇട്ട് വളർത്തിക്കൊണ്ട് വരണം. ജോലിയോട് ജോലിയായിരുന്നു. അപ്പം വീടിന് നമ്മൾ വൈറ്റ് അടിച്ചപ്പോഴും നമ്മുടെ ചട്ടികൾക്കെല്ലാം നമ്മൾ റെഡും കൊടുത്തു. അപ്പം നമ്മുടെ ചട്ടികൾക്ക് ഒരു വിഷമമല്ലേ, അവരിങ്ങനെ വല്ലാതൊക്കെ ഇരുന്നാൽ അവർക്കൊരു വിഷമമായിരിക്കും. അപ്പോൾ അവരെ നല്ല കളർഫുള്ളാക്കിയിട്ട് ഒരേ കളർ തന്നെ നമ്മൾ കൊടുത്തു എല്ലാ ചട്ടികൾക്കും. അപ്പോൾ അതിനകത്തിരുന്ന ചെടികളെയൊക്കെ നമ്മളൊന്ന് വളമൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് പുഷ്ടിപ്പെടുത്തി നമ്മൾ കൊണ്ടുവന്ന് മുറ്റത്തൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ വെർട്ടിക്കൽ സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ, ഈ വെർട്ടിക്കൽ സ്റ്റാൻഡ് ഇനി കാണാത്ത ഭിത്തികളൊന്നുമില്ല കേട്ടോ. അപ്പം എല്ലാ ഭിത്തിയിലും നമ്മുടെ ഈ വീടിൻ്റെ മതിലിനും പഴയ വീടിൻ്റെതും പുതിയ വീടിൻ്റെ എല്ലാ ഭിത്തികളിലും ഈ വെർട്ടിക്കൽ സ്റ്റാൻഡ് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം എവിടെയാണെന്ന് കൊണ്ടുവെക്കുന്നത് അവിടുന്ന് എടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് പെയിൻറ്റുകാർ വരുമ്പം പെയിൻറ്റുകാർ, കമ്പിക്കാർ വരുമ്പോൾ കമ്പിക്കാർ, ഇങ്ങനെ അതിനെ കൊണ്ടുനടന്ന് എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ അവർ നിൽപ്പുണ്ട്. ഈ ചൂടത്താണെന്നുണ്ടെങ്കിലും കണ്ടില്ലേ, ഇത്രയും പച്ചപ്പോടെയൊക്കെ നിന്നാൽ മതി ഈ ചൂട് കാലത്ത്. ഇപ്പം നല്ല രീതിയിൽ നമുക്ക് ഇനിയും അതിന് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് പുഷ്ടിപ്പിടിപ്പിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇത്രയെങ്കിലുമൊക്കെ ചെടികൾ നിൽക്കാൻ വലിയൊരു പങ്ക് അച്ഛൻ്റേതും ഉണ്ട് കേട്ടോ. അച്ഛൻ ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഇതിന് വെള്ളമൊക്കെ ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇത്രയും ചെടിയൊക്കെ നിൽക്കാൻ കാരണം തന്നെ അച്ഛൻ്റെ ഒരു കഴിവുകൊണ്ട് മാത്രമാണ്. ഇപ്പം നമ്മുടെ ചട്ടികൾക്കെല്ലാം ഒരേ കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം പല കളർ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കളറങ്ങ് ആവട്ടെ എന്ന് കരുതി. അപ്പം വീടിന് നമ്മൾ വൈറ്റ് അടിച്ചപ്പോൾ ചട്ടികൾക്കെല്ലാം നമ്മൾ റെഡ് ടെറാക്കോട്ടയാണ് അടിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ കണ്ണാടി ചെടികളൊക്കെ വയസ്സെന്നിരിക്കുകയാണ്. അപ്പം ഇടയ്ക്ക് വെച്ച് ഞാൻ എല്ലാം ഒന്ന് ഒടിച്ച് നല്ലോണം വന്നതായിരുന്നു. വീണ്ടും ഈ ചൂടൊക്കെ ആയപ്പോഴത്തേക്ക് അവർ ഇച്ചിരി പ്രായമായ മാതിരി ആയിട്ടുണ്ട്. അപ്പം ഇനി അവരെ ഇനി എന്താ വേണം, ചെറുപ്പക്കാരെയൊക്കെ ആക്കി എടുക്കണം. എന്നുവെച്ചാൽ ഇനി അതിനെ കട്ട് ചെയ്തിട്ട് വീണ്ടും അതിനെയൊക്കെ നട്ടുപിടിപ്പിച്ചെങ്കിൽ മാത്രമേ നല്ലതുപോലെ നിൽക്കുകയുള്ളൂ. എന്നാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം എല്ലാ ചെടികളെയും. അപ്പം നമ്മുടെ പഴയ ടട്ടിൽ വൈനൊക്കെ വയസ്സ് എന്ന് പോയി കേട്ടോ. ഇനിയിപ്പം പുതിയതിനെ നമ്മളിങ്ങനെ ആക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അതിന് തൊട്ട് താഴെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ കണ്ടില്ലേ, നമ്മുടെ കാക്ടസൊക്കെ നല്ല കുട്ടപ്പന്മാരായിട്ട് നിൽക്കുന്നുണ്ടോ, സൂപ്പറായിട്ടുണ്ടോ. ഒരു കുഞ്ഞ് തണ്ട് ഇതേപോലത്തുള്ള ഒരു കുഞ്ഞ് തണ്ട് ഒടിച്ചു കുത്തിയതാണേ. ഇതേപോലൊരു ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതാണിപ്പോൾ ഈ ചട്ടിക്കകത്തെല്ലാം നിറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ 3 ടൈപ്പിലുള്ള റിയോ പ്ലാന്റ്സ് ആണ് കണ്ടോ. അപ്പം ഒരു ടൈപ്പ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു കുഞ്ഞത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അതിപ്പോൾ ഇഷ്ടംപോലെ ആയിട്ടുണ്ട്. അങ്ങനെ അത് 3 ടൈപ്പുണ്ട്. പിന്നെ നമ്മുടെ ഗ്രാസ് ബ്രൗൺ കളറിലുള്ളതും ഗ്രീൻ കളറിലുള്ളതുമായ ഗ്രാസ്.
ഇത് നമ്മുടെ പെപ്രോമിയ ഒരു സ്വല്പം തണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ നമ്മൾ ഒടിച്ചു കൂത്തി ഇപ്പം 3-4 ചട്ടിക്കകത്ത് നമ്മൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ളതായ ചെടികൾ. നമ്മുടെ കൊച്ചു സ്റ്റാൻഡിനകത്ത് കണ്ടില്ലേ നമ്മുടെ അരേലിയം നല്ല സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടല്ലേ. കുഞ്ഞു കമ്പുകൾ നമ്മൾ ഒടിച്ചു കുത്തിയതായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. മിക്ക ചെടികളുടെയും വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ അരേലിയൊക്കെ ഈ കമ്പ് കുത്തിയാൽ നടുന്നതെന്ന് അല്ല വേര് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ തണ്ട് ഒടിച്ചാണ് ഇത് നടുന്നത്. നല്ല രീതിയിൽ ഇങ്ങനെ പുഷ്ടിയോടുകൂടി വളർന്നു വരും. നിങ്ങൾക്കിത് വലിയ ചട്ടിയിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതാക്കാം. ഒരു 2-3 പിന്നെ ഈ സ്റ്റാൻഡിൽ ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് ഒരു വലിയ ചട്ടിക്കകത്താക്കി വെച്ചാൽ നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഒക്കെ ഫ്രണ്ടിലൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് മെക്സിക്കൻ ഗ്രാസ്. ഇതും ഒരു കൊച്ചു മൂട് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ച് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അതും ഇപ്പം കുറേ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ബ്രോക്കൺ ഹാർട്ട് വേറെ ഉണ്ട്. ദാണ്ട് ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനിയും വെട്ടി വെക്കണം. നല്ലോണം നിന്നെയായിരുന്നു. അവരെ ഇനി നല്ലതുപോലെ വളർത്തിയെടുക്കണം. ഇത് സിങ്കോണിയൊക്കെ നമുക്ക് അറിയാമല്ലോ. നമ്മുടെ പഴയ സിങ്കോണിയൻ തന്നെയാണിത്. ഇത് നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇതിപ്പം കുറേ പൂക്കളൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. ഇപ്പം എന്തുകൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഒരു പല ടൈപ്പിലുള്ളതുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഷീറ്റിൻ്റെ പണി നടക്കുമ്പോൾ ഇതിനും ഒരു 2 തട്ടായിട്ട് വെച്ചിട്ട് വലുതും ചെറുതുമായിട്ട് ഇങ്ങനെ വെക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എത്രത്തോളമൊക്കെ ആവുമെന്ന് നോക്കട്ടെ. ഇതും മണി പ്ലാന്റ് തന്നെ. ഇത് വളർന്ന് വരുന്നതിന് ഞാൻ ഇതിൽ തന്നെ അങ്ങ് കറക്കി അങ്ങ് വെക്കത്തേ ഉള്ളൂ കേട്ടോ. ഒരു ഈർക്കിൽ കുത്തി ഇതിനകത്ത് തന്നെ എങ്ങനെ വെച്ചിരുന്നാലും ബുഷായിട്ട് അതിൽ തന്നെ അങ്ങ് നിന്നോളും. ഇത് 2 ടൈപ്പ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇതൊരു ബ്രൗൺ കളർ ചേമ്പിൻ്റെ ഒരു ഇനമാണിത് കേട്ടോ. ഇത് നല്ല രസമാണ് കാണാൻ. എൻ്റെ തണ്ട് നല്ല ബ്രൗൺ കളറായിട്ടും ഇലയും അതേപോലെ തന്നെ ബ്രൗണും ഗ്രീനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഇത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ചെടി തന്നെയാണ്. അഗ്ലോണിമ കുറേ ആയിട്ടുണ്ടത് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് തട്ടിയിട്ടിട്ട് വേറെയൊക്കെ ഒന്ന് ആക്കി വെക്കണം. അതിനൊക്കെ സമയം പിടിക്കും. ജോലികൾ കഴിഞ്ഞിട്ടൊന്നും നടക്കുകയില്ല. ഇഷ്ടം പോലെ പണികളാണ്. വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് വീടിന് ചുറ്റും ഓരോരോ അടുക്കിപ്പറക്കും സാധനങ്ങളും ഒക്കെ കിടക്കുന്നുണ്ട്. എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്നും അറിയാൻ വയ്യ. ആ രീതിയിലുള്ള ജോലിയാണ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കലാത്തിയ എന്നുണ്ട്. ഇഷ്ടം പോലെ ഇങ്ങനെ ഒരു കിഴങ്ങും മതിയും തോന്നുന്നു. ഇഷ്ടം പോലെ ആയിക്കോളും. ഇത് നമ്മുടെ അഗ്ലോണിമ, സിങ്കോണിയം ഒക്കെ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ബിഗോണിയ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യം മുതൽ കാണുന്നവർക്കൊക്കെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ കലത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? പരിചയമുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക. ഇപ്പം നല്ലൊരു കലമാണ്. അതിന് ചോർച്ചയും കാര്യങ്ങളും ഒന്നുമില്ല. ചട്ടിക്കൊക്കെ പെയിൻ്റ് അടിച്ചപ്പോഴും അതിനും കൂടെ പെയിൻ്റ് അടിക്കാനായിട്ട് പെയിൻറ്റുകാരുടെ കൊടുത്തു. നല്ലതുപോലെ പെയിൻ്റ് അടിച്ചു. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു നല്ല ചെടി ഇതിനകത്ത് നടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പം ഹാങ് ചെയ്തിടാനായിട്ട് നമ്മൾ കുറച്ച് കമ്പികളൊക്കെ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നീളത്തിൽ അങ്ങ് വരെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തിട്ട് നമ്മുടെ ഹാങ്ങിങ് ചെടികളെയൊക്കെ നമ്മളൊന്ന് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ചിലരൊക്കെ നല്ലതുപോലെ നിൽപ്പുണ്ട്, ചിലവരൊക്കെ വിഷമിച്ച് നിൽപ്പുണ്ട്. അവരെയും നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്തൊക്കെ നിർത്തണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമ്മുടെ മുറ്റത്ത് കണ്ട് ഒരു കമ്പിയൊക്കെ ഇങ്ങനെ നാട്ടിയിട്ട് 3-4 തൂണുകൾ നാട്ടിയിട്ട് അതിനകത്ത് ഒരു നീളത്തിൽ കമ്പിയൊക്കെ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഹാങ് ചെയ്തിടാനായിട്ട് ഹുക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഉള്ളതാണ്. അപ്പോൾ അതിനകത്ത് പെയിൻ്റ് അടിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിനകത്തെല്ലാം നമ്മൾ ഹാങ്ങിങ് ചെടികൾ ഇട്ടിരിക്കുകയാണ്. എല്ലാം ഒന്നുകൂടെ വൃത്തിയാക്കി എടുക്കണുള്ളൂ. കുറച്ചൊക്കെ നല്ല പോലെ നിൽക്കുകയാണ്. ഇതൊക്കെ നല്ലപോലെ നിൽക്കുകയാണ് കേട്ടോ. ഇതൊരു പുതിയ ടൈപ്പ് ചെടിയാണിത്. അങ്ങേയറ്റം വരെ അങ്ങനെയുണ്ട്. ഇനിയും നല്ല രീതിയിലൊക്കെ ഇതിനെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ചെടികളൊന്ന് കണ്ടു നോക്കാം. ഇപ്പം നമ്മുടെ കണ്ണാടി ചെടികൾക്ക് മാത്രമേ ഉള്ളൂ ഒരു ഉഷാറില്ലാതെ നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ വലിയ കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട്. 52 ടൈപ്പ് കണ്ണാടി ചെടികൾ നമുക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മാസം മാറിയെന്ന് ആരണ്ടൊക്കെയോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് കറക്റ്റാണ് കേട്ടോ. ഓരോ മാസവും ഓരോ കളർ തന്നെയാണ് ഇതിനുണ്ടാകുന്നത്. കുറേയൊക്കെ പോയി. ചൂടത്തൊക്കെ ആയപ്പോഴത്തേക്ക് പണിയൊക്കെ ആയപ്പോഴത്തേക്ക് പോയി. അപ്പം വീടിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരിടത്തിരുന്നപ്പോൾ നമുക്ക് അധികം ചെടികളുണ്ടെന്ന് നമ്മൾ ഇത്രയും കരുതിയില്ല കേട്ടോ. അതെല്ലാം പറക്കി നമ്മൾ സെറ്റ് ചെയ്തപ്പോഴാണ് ഇത്രയൊക്കെ നമ്മുടെ കൈവശം ഉണ്ടെന്ന് മനസ്സിലായത്. ഞങ്ങൾ കരുതി കുറേയൊക്കെ പോയെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതിന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എടുത്ത് ഇങ്ങനെ അടുക്കി വെച്ചപ്പോൾ നമുക്ക് കുറേ ചെടികൾ നമ്മുടെ കയ്യിലുണ്ട്. നഷ്ടപ്പെട്ട് പോയിട്ടൊന്നുമില്ല. കണ്ണാടി ചെടികൾ മാത്രമേ ഉള്ളൂ ചിലതൊക്കെ പോയത്. എല്ലാത്തിൻ്റെ ആരോഗ്യം ഇച്ചിരി കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുന്ന കണ്ണാടി ചെടികളൊക്കെ നല്ലതുപോലെയൊക്കെ നിൽപ്പുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും കിണറ്റിൻ്റെ അടുത്തും എല്ലാം നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ പല തരത്തിലുള്ള ടൊറേനിയം നിൽപ്പുണ്ട്.
അതിനകത്തൊക്കെ പൂക്കളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ. അപ്പോൾ അതിൻ്റെ അരിയൊക്കെ പല സ്ഥലത്ത് വീണിട്ട് പിന്നെയും തൈകളായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇനിയിപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്കതൊക്കെ പറിച്ച് മാറ്റി നടണം. അപ്പോൾ നമ്മുടെ പുതിന നിൽക്കുന്നുണ്ടല്ലേ, പുതിനയെ ഒടിച്ചൊടിച്ച് നട്ടാൽ അത് ഇഷ്ടം പോലെ ആയിക്കോളും. അപ്പം നമ്മുടെ ഗാർഡൻ്റെ അടുത്തോട്ട് കണ്ട് നമ്മുടെ ബ്രൂണോയും വന്നിട്ടുണ്ട്. കുറേ നാളായില്ലേ ബ്രൂണോയൊക്കെ കണ്ടിട്ട്. ആയോടാ, നമ്മൾ 600K ആയപ്പോൾ കേക്കൊക്കെ തിന്നില്ലേ? അപ്പോൾ എല്ലാവരും കണ്ടില്ലേ? എല്ലാവരും കണ്ടായിരുന്നോ നീ? ഇങ്ങോട്ട് വന്നേ, ചോദിക്കട്ടെ. നമ്മുടെ ബ്രൗണി എന്തിയെ? ബ്രൗണി എന്തിയെ? ബ്രൗണിയും കൂടെ കൊണ്ടുവരാൻ ഞാൻ എന്താ? നീ മാത്രം എന്തിനാ വന്നേ? അപ്പം നമ്മുടെ കണ്ണാടി ചെടികളും എല്ലാം ഇങ്ങനെ അങ്ങേ അറ്റം വരെ വെച്ചിട്ടുണ്ട്, ഓരോ ചെടികളും കണ്ടോ. ഇനി സമയം പോലെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഇവരെയൊക്കെ വളർത്തിക്കൊണ്ട് വരണം. ഈ ചൂട് സമയത്ത് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെയും കൊണ്ട് ഏത് കാലാവസ്ഥയിലും എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ പച്ചക്കറികളും എല്ലാം നട്ടുപിടിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ. കണ്ടോ, ബ്രൂണോടൊപ്പം ആയി കണ്ടില്ലേ? അവൻ ഒരിടത്ത് നിൽക്കാൻ സമ്മതിക്കത്തില്ല ഈ ബ്രൂണോ. പീകിരി അങ്ങ് വളർന്നില്ലേ. അപ്പം ബ്രൂണോ ഉണ്ടോ മേളിൽ പറ്റി സ്റ്റെപ്പേ കൂടെ. പേടിയൊക്കെ അങ്ങ് മാറിയല്ലേ അപ്പം? ബ്രൂണോ കുരുങ്ങിപ്പോയോ അവിടെ? ബ്രൂണോ പോവാ. 2 ദിവസം മേളിൽ കെട്ടി കേട്ടോ. പിന്നെ അവിടെ കിടക്കാനാണ് ഇഷ്ടം. അപ്പം ഇനി പോരെ, വാ ബ്രൗണി എടുത്ത് കിടക്കാം. വാ, അവിടെ ചൂടായിപ്പം. വാ, പേടിയുണ്ട് അതിനൊക്കെ, ഭയങ്കര പേടിയാണ്. ബ്രൂണോ ചിരിച്ചേ, ബ്രൂണോ ചിരിക്ക്. നല്ല പോസാന്നല്ലോ. ഇതാ അടുത്തത് വരുന്നു. ഇത് നമ്മുടെ കിണറ്റിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ചെടികളാണ്. അപ്പോൾ നമ്മൾ വെള്ളം പൈപ്പ് അടുത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് നല്ല പച്ചപ്പോട് നിന്നോളും. അപ്പോൾ എല്ലാ ചെടികളും നമ്മൾ ഇവിടെ ആയിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ മുറ്റത്ത് എല്ലാം കൂടെ കൊണ്ടുവയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് നമ്മൾ ഈ ഭാഗത്ത് തന്നെ അങ്ങ് വെച്ചിരിക്കുകയാണ്. അപ്പം ബ്രൗണിയും വന്നിട്ടുണ്ട്. ഇനി വഴക്കാളിയായിട്ട് അങ്ങ് നടക്കുക. വഴക്കാളിയായിട്ട് ബ്രൂണായിട്ട് ഗുസ്തി ഇട്ടിട്ട് വന്നിരിക്കുക. ഓ വേണ്ട, ചെടിയൊക്കെ പൂ പോക്കി കളഞ്ഞ എന്തിനാ? എന്നാ കൊണ്ടോ ബ്രൂണോയ്ക്ക് കൊണ്ടു കൊടുക്കാം. ഓ അടങ്ങി കിടക്കുവോ? കിടക്കാന്നാന്ന് പറഞ്ഞേ. അഹങ്കാരം കാണിക്കരുത്. പപ്പ കടിച്ചോ? നീ കടിച്ചോ? എന്നാടി അച്ഛനോ ഒരു വലിയ അടി ഇരട്ടാ. അടി തിരട്ടാ, വലിയ എണ്ണം തിരട്ടാടെ അടി നിനക്ക്. ഒരടി തിരട്ടാ. എന്തോ നീ പറയുന്നേ? അവനൊരടി കൊടുക്കാം. അടിക്കട്ടോ. കൈക്കൊരു കടിതാ. കൈക്കൊരു കടിതാ. മതി. സന്തോഷമായി. നീ ചെല്ല്, നീ മക്കൾ പോയി കിടന്നുറങ്ങും. ചെല്ല്. പോ. വിളിക്കുന്ന കൊടുക്കുവോ നല്ലത്. ചന്തിക്കൊരടി കൊടുക്കേ. അമ്മ ചേച്ചി വന്ന ഒരു അടി തരട്ടോ നിനക്ക്. കണ്ട കമ്പ്. അമ്മ ചേച്ചി വന്ന് വിളിക്കുന്നു. പോ. വാ. കൊണ്ട് കെട്ടിയിട.
Ready, ചേട്ടാ. Ready, ചേട്ടാ. Ready, ചേട്ടാ. Ready, ചേട്ടാ. ഇപ്പം കുറേ നാളായി കേട്ടോ. ഈ പൂ പിന്നെ കുറേ നാളങ്ങ് നിന്നോളും, നമ്മൾ ഓർക്കിഡിനകത്തുള്ളത്. നമ്മുടെ പണ്ടേ ഉള്ള റോസ് ചെടിയാണിത് കേട്ടോ. കുലകുലയായിട്ട് അങ്ങ് പിടിക്കും, കുറേ പിടിക്കുമായിരുന്നു. അപ്പോൾ അത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്തെനിക്ക് ഇപ്പം വീണ്ടും പച്ചയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗാർഡൻ, ഞങ്ങളുടെ പുതിയ ഗാർഡൻ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചൂടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അധികം വരുന്ന എന്തെങ്കിലുമൊക്കെ വെള്ളം, കിച്ചണിലെ വെള്ളമൊക്കെ കാണുമല്ലോ, അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഗാർഡനും പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.